ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. LIC ലിമിറ്റഡ്, LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതിനു മുന്നേ ഞാൻ വളരെ സ്ട്രോങ് ആയി തിരക്കുന്ന ഒരു സ്റ്റോക്കാണ്. എല്ലാവരും പോർട്ട്ഫോളിയോയിൽ മസ്റ്റായിട്ട് 10 ഷെയറെങ്കിലും ഉണ്ടാവണമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്ന സ്റ്റോക്കാണ് LIC. ഞാൻ ഇടയ്ക്കിടയ്ക്ക് LIC വെച്ച് വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 3rd വീഡിയോ ആണ് LIC സംബന്ധിച്ചോളം. ഫസ്റ്റ് വീഡിയോ 1025-26 റേഞ്ചാണ് ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞത്. അതിനുശേഷം ഓവറോൾ മാർക്കറ്റിൽ വന്ന കറക്ഷനിൽ LIC നല്ല രീതിയിൽ കറക്ഷൻ വന്നു. ഏകദേശം 670-680 ലെവൽ വന്നു. അവിടുന്ന് റീബൗണ്ട് ചെയ്തു. ഇന്നലെ 800 റുപ്പീസ് ക്രോസ് ചെയ്ത് 810 വരെ പോയി. പക്ഷേ വീണ്ടും എടുക്കാൻ പോകുന്ന അടിയിൽ ഒരു 800 ബിലോ 799.85 800 ലെവലിലാണ് ഇപ്പം സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. വെൽ ബിലോ ഇറ്റ്സ് IPO പ്രൈസ്. IPO പ്രൈസ് കൊണ്ടുവന്നത് എത്രയോ കുറവിലാണ് ഇപ്പം ആ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഒരു കാരണവശാലും അങ്ങനെ ട്രേഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കല്ല LIC. നിങ്ങൾക്ക് നിങ്ങളെ മക്കൾക്ക് ഗിഫ്റ്റായി കൊടുക്കാൻ പറ്റിയ സ്റ്റോക്കാണ് LIC. അത് വർത്ത് ഗിഫ്റ്റായിരിക്കും. അവർക്ക് നല്ലൊരു റിട്ടേൺ ആയിരിക്കും ആ സ്റ്റോക്കിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അധികാലം പറഞ്ഞു കേൾക്കാൻ ഞാൻ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് മാത്രമാണ് വീഡിയോ എടുക്കുന്നത്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു കമ്പനിയെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യലാണ് റീറ്റെയിലേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഏക മാർഗം. അത് എന്തെന്ന് വെച്ചാൽ ഓപ്പറേറ്റേഴ്സുള്ള മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓപ്പറേറ്റേഴ്സുള്ള മാർക്കറ്റിൽ റീറ്റെയിലേഴ്സിന് പിടിച്ചു നിൽക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഒരു കമ്പനിയെ പറ്റി പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എത്ര നല്ല ഫണ്ടമെന്റൽ സ്റ്റോക്കാണ് അതിനെ താഴോട്ട് കൊണ്ടുവരാനും മേലോട്ട് കൊണ്ടുവരാനൊക്കെ ഓപ്പറേറ്റ് സാധിക്കും. പക്ഷേ ഒരു ഫണ്ടമെൻ്റൽ ബേസ്ഡ് സ്റ്റോക്ക് എന്നും ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിറ്റായി നൽകുള്ളൂ. പ്രത്യേകിച്ചും LIC മേലെ സ്റ്റോക്ക് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ഡിവിഡൻറ്റ് ബോണസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കാണ്. സോ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ടും ബെസ്റ്റ്. പക്ഷേ ഏജ് വൈസ് ആണ്. നമുക്കിപ്പോൾ 70 വയസ്സുള്ള ആളാണെങ്കിൽ ലോങ് ടേം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സോ അവർക്ക് സ്വിംഗ് ബേസിൽ ചെയ്യാം. സോ LICയിൽ ഇന്ന് 3ാമത്തെ വീഡിയോ ഇടാനുള്ളൊരു കാരണം, ഞാൻ എപ്പോഴും LICൻ്റെ വീഡിയോ പറയുന്ന സമയത്ത് പറയുന്നൊരു കാര്യം ഉണ്ട്. LIC ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ നിന്നും എല്ലാ ഇൻഷുറൻസ് മേഖലയിലേക്കും കടക്കാൻ പോവുകയാണ്. ആദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ആദ്യം ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസേ കൊടുക്കാൻ പാടുള്ളൂ. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയാണെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസേ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നിബന്ധനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. ഏത് ഇൻഷുറൻസ് കമ്പനിക്കും എന്ത് ഇൻഷുറൻസും കൊടുക്കാം എന്നുള്ളൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ എല്ലാ കമ്പനിക്കും എല്ലാ ഇൻഷുറൻസും കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. കപ്പാസിറ്റി ഉള്ളത് ഒന്ന് LICക്കാണ്. പിന്നെ അതുപോലെ തന്നെ പ്രൈവറ്റ് മേഖലയിലെ ചില സ്പേസിന് വേണമെങ്കിൽ അതിനുള്ളൊരു അവസരമുണ്ട്. ബജാജ് എന്നൊക്കെ ഒരു കപ്പാസിറ്റിയുള്ള കമ്പനിക്കാണ്. ദേ ക്യാൻ ഓൾസോ ഡൈവേഴ്സിഫൈ. ഇപ്പോൾ LICൻ്റെ കേസിൽ ലൈഫ് ഇൻഷുറൻസ് മാത്രമാണ് കമ്പനി ചെയ്തത്. ഇപ്പോൾ അവൾക്ക് ഹെൽത്ത് ചെയ്യാം, വാഹന ഇൻഷുറൻസ് ചെയ്യാം, ഏത് ഇൻഷുറൻസ് വേണം അവർക്ക് ഒരു കൊടക്കീഴിൽ ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ ഉപാധിയായിട്ട് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് തന്നെയാണ്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ മനസ്സിലാക്കിയോളം ഹെൽത്ത് ഇൻഷുറൻസ് LIC വന്നാൽ അത് ശരിക്കും മറ്റേ ഇൻഷുറൻസ് കമ്പനിക്കൊക്കെ ഒരു ഭീഷണി തന്നെയായിരിക്കും. ആൾക്കാർ പ്രിഫർ ചെയ്യുക LIC ആവാനാണ് സാധ്യത കൂടുതൽ, ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി പർപ്പസ്. ഇപ്പോൾ LICൻ്റെ ന്യൂസ് എന്ന് വെച്ചാൽ LIC മണിപ്പാൽ സിഗ്ന എന്ന ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീൻ്റെ 49% സ്റ്റേക്ക് 3500 കോടിക്ക് സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ അതിലൂടെ അവർ ഹെൽത്ത് ഇൻഷുറൻസ് സ്പേസിലേക്ക് കടന്നു കഴിഞ്ഞു. സോ ഇറ്റ്സ് എ വെരി ബിഗ് ന്യൂസ് ഫോർ LIC. പക്ഷേ ഇതൊന്നും ശരിക്കും മാർക്കറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഇവിടെയാണ് ഇൻവെസ്റ്റേഴ്സിന് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുക. എന്തുകൊണ്ടാണ് ഇത്ര നല്ല സ്റ്റോക്ക് ഒരു ന്യൂസ് വന്നിട്ട് ഇത്ര നല്ല സ്റ്റോക്ക് എന്തുകൊണ്ട് താഴെ കിടക്കുന്നത് ചോദിക്കും. ടെൻഷനാവും, കയറാത്തിന് ഒഴിവാക്കും. പിന്നെ അവിടെ നിന്ന് 3-4 കൊല്ലം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ഷെയർ തന്നെ വേറെ ലെവലായിരിക്കും ട്രേഡ് ചെയ്യുന്നുണ്ടാവുക. പല സ്റ്റോക്സും അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസാണ്. BSE അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. സോ IPO പ്രൈസ് കൊണ്ടുവന്നതിന് ശരിക്കും ഡെഡ് ചീപ്പിലാണ് കൊണ്ടുവന്നത്. കാരണം വളരെ ചെറിയൊരു ശതമാനം മാത്രമേ LICൻ്റെ പിന്നെ IPO വന്നിട്ടുള്ളൂ. ബാക്കി സ്റ്റിൽ 97% ഇപ്പോഴും ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയാണ്. ഭാവിയിലൊരു അതിന് മേലെ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം, നല്ല ഡിവിഡൻറ്റ് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും സ്റ്റേക്ക് ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുമ്പം ഗവൺമെൻറ് വരുമാനം നല്ല ഡിവിഡൻ്റ് ആണല്ലോ. ബട്ട് നല്ല ഡിവിഡൻറ്റ് ബോണസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു കമ്പനിയാണ്. സോ ഫസ്റ്റ് ന്യൂസാണ് ഞാൻ വായിച്ചത്. LIC നല്ലൊരു മൾട്ടി ബാഗർ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ
LIC മൾട്ടി ബാഗർ സ്റ്റോക്കാണ്, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എൻ്റെ വീഡിയോയിൽ പല കമൻറ്റ് ചെയ്യുന്ന നിങ്ങൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് മാത്രമാണ് പറയുന്നതാണ്. അതല്ല, ഞാൻ സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻ മെമ്പേഴ്സ് ഓൺലി കൊടുക്കലുണ്ട്. അതും നിങ്ങൾ ഇനിയിപ്പോൾ സ്വിംഗ് ബേസ്ഡ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഷോർട്ട് ടേം ഇൻട്രാഡേ ചെയ്യുകയാണെങ്കിലും എൻ്റെ ഒരു റിക്വസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്ക് അറിയപ്പെടുന്ന കമ്പനി ആയിരിക്കണം. അപ്പോൾ അറിയപ്പെടുന്ന കമ്പനി എന്തെങ്കിലും ബ്രേക്ക് കണ്ടാൽ നിങ്ങൾ വേണം സ്വിംഗ് ബേസിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻട്രാഡേക്ക് ഏതെങ്കിലും ന്യൂസ് ബേസിൽ എൻ്റർ ചെയ്യുക. അപ്പം നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത കമ്പനി മേലെ ന്യൂസ് ബേസിൽ എൻ്റർ ചെയ്താൽ ടെക്നിക്കൽ ബേസിൽ ചിലപ്പം ലാഭം കിട്ടിയേക്കാം. പക്ഷേ എന്തെങ്കിലും അഡ്വേഴ്സ് സിറ്റുവേഷൻ മാർക്കറ്റിൽ വന്നാൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് തിരിച്ചു കയറില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ മെമ്പേഴ്സ് ഉള്ള വീഡിയോസിൽ മാക്സിമം ഫണ്ടമെൻ്റലി ബ്രേക്ക് ഔട്ട് ഓൺ സ്റ്റോക്സാണ് പറയുക. അതുകൊണ്ട് തന്നെ ആഴ്ച 1-2 റെക്കമെൻഡേഷൻസൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ തന്നെ ഒരു 60% നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാതിരി തന്നെ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ടൊക്കെ ടാർഗറ്റ് ചെയ്യും. ചില സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാതിരി അപ്പോൾ ബ്രേക്ക് കാണിക്കും, പക്ഷേ ബ്രേക്ക് ഫെയിലും താഴോട്ട് വരും. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻ മോശം താഴോട്ട് വരും. പക്ഷേ പേടിക്കേണ്ട ആവശ്യമില്ല. ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്താൽ തിരിച്ച് കയറുന്ന ഉറപ്പുള്ള സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. സോ ആർക്കൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വിംഗ് ബേസ്ഡ് എൻട്രീസ് ആണെങ്കിൽ നിങ്ങൾ അങ്ങ് നോക്കി ചെയ്യണം. അത് നിങ്ങൾക്ക് ലോങ് ടേം താല്പര്യം ഇല്ലാത്ത ആൾക്കാർ, സ്വിംഗ് ബേസ് താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലോങ് ടേമിന് കൂടെ തന്നെ സ്വിംഗ് ബേസും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. എൻ്റെ വീഡിയോയിനിടയിലുള്ള ജോയിൻ ബട്ടൺ ത്രൂ നിങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. 399 റുപ്പീസാണ് മെമ്പർഷിപ്പ്. എമറാൾഡ് മെമ്പർഷിപ്പ് എടുക്കുക. ആഴ്ചയിൽ 1 റെക്കമെൻഡേഷനോ 2 റെക്കമെൻഡേഷനോ ഉണ്ടാവുള്ളൂ. കൂടുതൽ ഒരുപാട് സ്റ്റോക്സ് ഡെയിലി ബ്രേക്ക് ഔട്ടും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലത് കിട്ടും, ചിലത് പോവും. പക്ഷെ ഇത് പോയാലും നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ഒരാഴ്ച 2 ആഴ്ച കിട്ടിയാലും ബോണസാണ്. അഥവാ കിട്ടിയതില്ല, അഥവാ താഴോട്ട് വന്നാൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ നമ്മൾ പൈസ നഷ്ടപ്പോകേണ്ട, ക്യാപിറ്റൽ പോകണം നോക്കുകയാണ് ഏറ്റവും മെയിൻ ഉദ്ദേശം. സോ ഈ ഒരു സ്റ്റോക്ക്, LIC സ്റ്റോക്ക്, നിങ്ങൾ ക്യാപിറ്റൽ ഒരിക്കലും പോകില്ല. ബിലോ IPO പ്രൈസാണ്. എൻ്റെയൊക്കെ എൻട്രി റേഞ്ച് 1000 റുപ്പീസാണ്. 1010, 1012 അങ്ങനെയാണ് എൻ്റെ ഒരു ആവറേജ് പ്രൈസ് LICൻ്റെ. ഞാനതിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. ഹോൾഡ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ഇത് കാണുന്നത് 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിലാവുമെന്നൊരു പ്രതീക്ഷയാണ് LIC ഹോൾഡ് ചെയ്യുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞ LIC ഷെയർസ് നിങ്ങൾ ഗിഫ്റ്റായിട്ട് നിങ്ങൾ മക്കൾക്ക് കൊടുക്കുക. എല്ലാ മാസവും ഒരു 10 ഷെയർ വാങ്ങാം. 700 രൂപ, 800 രൂപ, 8000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. 5 ഷെയർ നിങ്ങൾ പൈസക്കനുസരിച്ച് വാങ്ങി വെക്കാവുന്ന സ്റ്റോക്കാണ് LIC. ഇതിന് മൊമെൻ്റം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് അടിച്ച് കയറും ചെയ്യും. കുറേയൊക്കെ അത് സപ്രസ് ചെയ്ത് വെച്ചതാണ്. സോ പോയിൻറ്റ്സ് ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ലൈഫ് ഇൻഷുറൻസ് ബിസിനസ് മാത്രമല്ല എല്ലാ ബിസിനസ്സിൽ കടക്കും. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അത് ഓൾറെഡി ഒരു കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. പിന്നെ LIC എന്ന ഒരു കമ്പനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൂടെ തന്നെ നെടുംതൂണായി നിൽക്കുന്ന, ഇന്ത്യൻ എക്കോണമീൻ്റെ നെടുംതൂണായി നിൽക്കുന്ന ഒരു കമ്പനിയാണ് LIC. സോ അതിനെ ഒരു വിധത്തിലും വീഴ്ച വരാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അനുവദിക്കും കാരണമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രൈം മിനിസ്റ്റർ ഇൻഡയറക്റ്റ്ലി LICയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പറയുന്നത്. സോ അതൊരു പോസിറ്റീവ് സൈനായി നമുക്ക് എടുക്കാം. പിന്നെ NSE ലിസ്റ്റിംഗ് വരാൻ പോകുന്നത്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരാൻ പോകുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ LICക്ക് അവരുടെ സ്റ്റേക്ക് ഉണ്ട്. അതുപോലെ തന്നെ IDBI ബാങ്ക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വരാണ്. IDBI ബാങ്ക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നല്ലൊരു പോർഷൻ സ്റ്റേക്ക് LICക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഡിവിഡൻഡ് ബോണസും കമ്പനിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം ഇത് ജസ്റ്റ് 10 രൂപ ഫേസ് വാല്യൂ കമ്പനി ലിസ്റ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ലിസ്റ്റ് ചെയ്തിട്ട് 1300 ലെവലിൽ പോയി അടിച്ചു. ഇപ്പോൾ IPO പ്രൈസ് അതിനാണുള്ളത്, ബിലോ ആണുള്ളത്. സോ അതിന് ഒരുപാട് ബോണസ് കൊടുക്കാനും ഡിവിഡൻഡ് കൊടുക്കാനും സ്പ്ലിറ്റ് ആവാനും ഒക്കെ ഒരുപാട് ചാൻസുള്ള സ്റ്റോക്കാണ്. LICൻ്റെ ടോട്ടൽ അസറ്റ് ഏകദേശം 55 ലക്ഷം കോടിൻ്റെ അസറ്റാണ് ആക്ച്വലി LICക്കുള്ളത്. അവരെ ബാലൻസ് ഷീറ്റിൽ ഒരു പക്ഷേ കാണൂല. പല അസറ്റും അവർ വാങ്ങിയ റേറ്റിലാണ് ഇപ്പോഴും ബാലൻസ് ഷീറ്റിൽ കാണുന്നത്. പക്ഷേ അവരുടെ യഥാർത്ഥത്തിലുള്ള റിയൽ വെർത്ത് എന്ന് പറയുകയാണെങ്കിൽ ഈ 55 lakhs crores തന്നെ എനിക്ക് തോന്നുന്നു കറക്റ്റുള്ള ഒരു പ്രൈസ് ആയിരിക്കില്ല. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലേഷൻ ഒരു 5 ലക്ഷം കോടിയേ ഉള്ളൂ. പക്ഷേ അവരെ അസറ്റ് വാല്യൂ 55 ലക്ഷം കോടീൻ്റെ അസറ്റ് വാല്യൂ ഉള്ള കമ്പനിയാണ്. ഇതിന് പുറമെ LICക്കുള്ള പല കമ്പനീസിലുള്ള സ്റ്റേക്ക്, അത് പറഞ്ഞാൽ പറ്റാത്ത വിധത്തിലുള്ള സ്റ്റേക്കുകളുള്ള പലത് ഷെയറും 10 രൂപയ്ക്കും 20 രൂപയ്ക്കും നല്ല സമയത്ത് വാങ്ങി വെച്ച് കൂട്ടിയ സ്റ്റോക്കിൻ്റെ പലതിന് റേറ്റ് ഇപ്പം 500, 600, 1000 ഒക്കെയാണ്. സോ അതിൻ്റെ യഥാർത്ഥ വാല്യൂ ഇപ്പോൾ റിയൽ അൺലോക്കിംഗ് LICയിൽ നടന്നാൽ വേറെ എവിടെയോ ആണ് ഈ സ്റ്റോക്ക് നിൽക്കേണ്ടത്, ഈ സ്റ്റോക്ക് പ്രൈസ് നിൽക്കേണ്ടത്. അപ്പം പിന്നെ നമ്മൾ ഓവറോൾ പിക്ചർ നമ്മൾ സാധാരണ രീതിയിലൊരു കമ്പനീനെ നോക്കുമ്പോൾ ചെയ്യാവുന്ന ബിസിനസ്സിൻ്റെ മോഡൽ നല്ലതാണ്. ഭാവി വളർച്ചയുള്ള സെക്ടറാണ്, പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ കൂടുതൽ ഹെൽത്ത് ഇൻഷുറൻസ്. സോ അവർ ഓൾറെഡി ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. ലൈഫ് ഇൻഷുറൻസ് തന്നെ
ഭാവിയിൽ ഒരു കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം നമ്മൾ ലൈഫ് ഇൻഷുറൻസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇൻഷുറൻസ് മാർക്കറ്റ്. സോ ഒരു കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ LICക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ കടന്ന അവർ നിലവിലുള്ള പ്രോഫിറ്റിൻ്റെ ഡബിളോ ഇപ്പം തന്നെ ഓൾറെഡി എത്രയോ 10 മടങ്ങ് ലാഭമാണ് അവർ കാണിക്കുന്നത്. ഡിസംബർ നെറ്റ് പ്രോഫിറ്റ് വെറും 2712 ഉണ്ടായി 2020. 2024 ആയപ്പോഴേക്ക് 40,675 കോടി ലാഭമാണ് ആ ഫിനാൻഷ്യൽ ഇയർ കാണിച്ചത്. പിന്നെ ഡിസംബറിൽ നല്ല റിസൾട്ടാണ് കൊടുത്തത്. 11,056 കോടി ആണ് റിസൾട്ട്. ലാസ്റ്റ് ഡിസംബറിൽ ഇത് വെറും 9,495 ഉള്ളൂ. ജൂണിൽ 7,620 ഉള്ളൂ. ഇപ്പോൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും ഇയർ ഓൺ ഇയർ ബേസിൽ നല്ല പ്രോഫിറ്റ് കാണിച്ചൊരു കമ്പനിയാണ് LIC. PE റേഷ്യോ 11 ആണ്, ഇൻഡസ്ട്രിയൽ PE 20 ആണ്. സോ ഇൻഡസ്ട്രിയൽ PEനെക്കാട്ടും ഒരു 30-40% ബിലോ PEയിലാണ് LIC ട്രേഡ് ചെയ്യുന്നത്. ബുക്ക് വാല്യൂ 152 ഉണ്ട്, ഫേസ് വാല്യൂ 10 ആണ്. NPS സ്പ്ലിറ്റ് ആവാൻ ബോണസ് തരാനൊക്കെ സാധ്യതയുണ്ട്. EPS 67.83 ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 50 ഉണ്ട്, 49.64 റിട്ടേൺ ഓൺ ഇക്വിറ്റിൻ്റെ. ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്, പ്രത്യേകിച്ചും കടമൊന്നുമില്ല. പിന്നെ ഷെയർ ക്യാപിറ്റൽ 6,325 കോടി. സ്വാഭാവികമായിട്ടും 6,325 കോടി വലിയ ക്യാപിറ്റൽ ഉണ്ടാവേണ്ടതാണല്ലോ മാർക്കറ്റ് ക്യാപിറ്റൽ ഉള്ള സമയത്ത്. സോ പക്ഷേ അതിനനുസരിച്ച് റിസർവ് ഉണ്ട്, 75,613 കോടി റിസർവ് ഉള്ള കമ്പനിയാണ്. പിന്നെ പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അടുത്താണ് ഇപ്പോഴും 96.5% സ്റ്റേക്ക് ഇപ്പോഴും ഗവൺമെൻറ് അടുത്താണുള്ളത്. DIAS എടുത്ത് 1.27ഉം 0.07 FISൻ്റെ കയ്യിലുണ്ട്. 1 ആണ് റീറ്റെയിൽസിൻ്റെ കയ്യിലുള്ളത്. ഭാവിയിൽ ഇനിയൊരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചാൻസ് വളരെ കൂടുതൽ. 96.5 ഗവൺമെൻറ് എടുത്താൽ അതെന്തൊരു വിത്തിൻ 2-3 ഇയേഴ്സ് അതൊരു 75% കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് വീണ്ടും FISും DIASും അവരുടെ പൊസിഷൻ കൂട്ടാനാണ് വളരെ കൂടുതൽ സാധ്യത. സോ LIC സ്റ്റോക്ക് ഒരിക്കലും ഒരു 800 റുപ്പീസിൽ കിടക്കുന്ന സ്റ്റോക്കല്ല. നിങ്ങൾക്കും ഇപ്പോൾ വാങ്ങുകയാണെങ്കിൽ തന്നെ സുഖമായിട്ടൊരു 20% ഈ ലെവലിന് ഒരു 960,000 റേഞ്ചിലേക്ക് പോവാം. ഇപ്പോൾ ലോങ് ടേം ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ തന്നെ ഈ ഒരു ന്യൂസ് ബേസിൽ ഒരു മാർക്കറ്റ് കണ്ടീഷൻ പോസിറ്റീവ് ആണെങ്കിൽ LIC ഒരു 950, 960 to 1000 റേഞ്ചിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ആക്ച്വലി ലോങ് ടേം ബെറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ അവരെ എല്ലാ മാസവും അല്ലെങ്കിൽ ബർത്ത്ഡേക്കോ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സ്റ്റോക്കാണ് LIC. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും അഡ്വൈസസ് ഉണ്ടെങ്കിൽ അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മെമ്പർഷിപ്പിൽ ജോയിൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇടയിൽ ജോയിൻ ബട്ടണിൽ പോയിട്ട് എമറാൻ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.